സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്നെക്കുറിച്ചൊരു മോശമായിട്ട് എഴുതിയാൽ ഞാൻ എന്തിനാണ് അയാളുടെ പുറകെ പോകുന്നത്? അയാൾക്ക് തോന്നിയ ഒരു വികാരമാണ്. ക്യൂരിയോസിറ്റി ഫാക്ടറാണ് ജിത്തു ജോസഫ് സിനിമകളിലൂടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ ക്യൂരിയോസിറ്റി ഫാക്ടറാണ് ഓക്കെ, അല്ലാതെ ട്വിസ്റ്റും സസ്പെൻസും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ നല്ലൊരു ക്രിമിനലാണെന്ന് ജിത്തുവിനെ പറ്റി പറഞ്ഞത് അത് മാറാൻ പോകില്ല. ഈ സിനിമ കഴിഞ്ഞാലും ഒന്നാന്തരം ഒരു ക്രിമിനലാണെന്നേ പറയുള്ളൂ. വിജയമോഹൻ എന്നുള്ള കഥാപാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പം ശാന്തി പറഞ്ഞ പോലെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞോടുകൂടി കഴിഞ്ഞല്ലോ. ലാസ്റ്റിൽ പാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ അറ്റാച്ച്മെന്റായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. നുണ പറയുന്നത് സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പ്രതികരിക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് റിവ്യൂ ബോംബി. ആർക്കും എന്തും പറയാൻ പറ്റും എന്നുള്ള രീതിയിലായി. അപ്പം അതിനൊരു വിമർശനമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ചേട്ടാ, നീ നല്ലൊരു വക്കീലാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, നീ നന്നായിട്ട് നുണ പറയും, പിന്നെ ഭയങ്കര ഇമാജിനേഷൻസാണ്. 2013 ഡിസംബറിൽ വലിയ ആരവങ്ങളൊന്നും ഇല്ലാതെ, തീരെ ഹൈപ്പൊന്നും ഇല്ലാതെ ഒരു സിനിമ മലയാള സിനിമയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ദൃശ്യം സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. അതേ കൂട്ടുകെട്ട് തന്നെ വീണ്ടും ഒരു ക്രിസ്മസ് കാലത്ത് നമുക്ക് മുന്നിലേക്ക് നേരുമായി എത്തുകയാണ്. നേരിൻ്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ, ഒപ്പം ജിത്തു ജോസഫ്, ശാന്തി, മായാദേവി, സിദ്ദിഖ. നമസ്കാരം. ആദ്യം തന്നെ ലാലേട്ടനോട് ചോദിക്കാമെന്ന് തോന്നുന്നു. മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ വലിയ പ്രൊജക്റ്റുകളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു ചെറിയ ചിത്രത്തിൻ്റെയും ഭാഗമാകുന്നത്. എന്തുകൊണ്ടാണ് നേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇതൊരു ചെറിയ ചിത്രമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, വലിയ ചിത്രമാണെന്നും അവകാശപ്പെടുന്നില്ല. ഒരു നല്ല ചിത്രം അതാണ്, അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത്. ഒരു നല്ല ചിത്രമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കഥയിലും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും അതിൻ്റെ പ്രമേയത്തിലും അത് ഷൂട്ട് ചെയ്ത കാര്യത്തിലുമൊക്കെ വളരെ അതിൻ്റെ പേര് തന്നെ നേരെന്നാണ്, ട്രൂത്ത് എന്നാണ്, സീക്കിംഗ് ട്രൂത്ത് എന്നാണ്. അപ്പം സത്യം കണ്ടെത്താനുള്ള ഒരാളുടെ ശ്രമമാണ്. അത് കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ 21-ാം തീയതിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ള തീർച്ചയായിട്ടും ഈ കൂട്ടുകെട്ട്, ഒന്നാമത് പിന്നെ ജിത്തു ജോസഫ്, അതിൽ പിന്നെ ആശീർവാദ്, ബാക്കി അതിലുള്ള കോസ്റ്റാഴ്സ്, അതിൻ്റെ പ്രമേയം, അതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ തന്നെയാണ് അത് തിരഞ്ഞെടുക്കാനൊരു കാരണം. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു അഡ്വക്കേറ്റായിട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് പല സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പൂർണ്ണമായിട്ടൊന്നുമില്ല. ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ ആസ് ആൻ ആക്ടർ ഒരുപാട് നമുക്ക് ഒരു പുതിയ പിന്നെ ക്യാരക്ടറാണ്, ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അതിൽ ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്, കോർട്ടിൻ്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു കോടതിയിൽ ഒരു 70% കോടതിയുടെ അതേ പ്രൊസീജിയർ അനുസരിച്ചാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രമേയവും ക്യാരക്ടറും തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വക്കീൽ വേഷത്തിൽ ലോയറായിട്ട് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഏതായാലും പ്രേക്ഷകർക്കും ഉണ്ട്. ട്രെയിലറിൻ്റെ കമൻസിലൊക്കെ ആണെങ്കിലും നമുക്കത് കാണാം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ആ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യം അവകാശവാദങ്ങളൊന്നുമില്ലാതെ ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരാൾ ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് അറിയാനൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും. ആ ആകാംക്ഷ തന്നെയാണ് എനിക്കും ഉണ്ടായ ഒരു പെപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പം, അത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പം, ബാക്കി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം അത് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു എന്ന് തോന്നി. നമ്മൾ ശരിക്കും ഈ ട്രെയിലർ കാണുമ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് മെമ്മറീസ് എന്നുള്ള സിനിമയാണ്. കാരണം അതിൽ ടച്ച് വിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇതിൽ ടച്ച് വിട്ട ഒരു ലോയറാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ, അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടാവുമോ? അങ്ങനെ അല്ല, അതിനകത്ത് ക്യാരക്ടറിന് അങ്ങനെ ഒരു ശരിയാ, കുറച്ച് നാൾ കേസ് അന്വേഷിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഇതിനകത്ത് ആ ഒരു സാധനം മാത്രമേ അതിനകത്തൊരു സിമിലാരിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ രണ്ടും രണ്ട് രീതിയില്ല. കാരണം മെമ്മറീസിൽ ഒരു ക്രൈം നടന്നു, ആ ക്രൈമിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഒരു സസ്പെൻസ്, അങ്ങനെ ട്വിസ്റ്റ് ഇതൊക്കെയുണ്ട്. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്തൊരു ക്രൈം നടന്നു, ആ ക്രൈം എന്താണെന്നുള്ളത് ആരാണ് ചെയ്തതെന്നൊക്കെ ഓഡിയൻസിന് ഒരു 10 മിനിറ്റിനുള്ളിൽ മനസ്സിലായി. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു ക്രൈം നടന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ലീഗൽ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ പ്രമേയം. ഒരു കോടതിയിൽ ഒരു കേസ് എത്തിയാൽ എന്താണ് നടക്കുന്നത്, അവിടെ പ്രോസിക്യൂഷൻ എന്താണ് ചെയ്യുന്നത്, ഡിഫൻസ് എങ്ങനെ ഇതാണ്, അവർ തമ്മിലുള്ള മത്സരം. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് അതിനകത്ത് വാദിക്കുന്ന 2 അഡ്വക്കേറ്റ്സ്, രണ്ടുപേരും അവരുടേതായ രീതിയിൽ ഫുള്ളി അതിനകത്തേക്ക് സിൻസിയറായിട്ടാണ്. അത് കഴിഞ്ഞത് രണ്ടുപേർക്കും വിജയിക്കാനുള്ളൊരു വാശിയുണ്ട്. അപ്പോൾ അതിൽ രണ്ടുപേരും പരാജയപ്പെടുന്ന സിറ്റുവേഷനിൽ അവരുടെ ഫ്രസ്ട്രേഷൻ, പിന്നെ വിക്ടിമിൻ്റെ ഇമോഷൻ,
കൾപ്രിറ്റിന് അയാൾക്കും ഉണ്ട് ഇമോഷൻസ്, അയാളുടെ ഫാമിലിക്കുണ്ട് ഇമോഷൻസ്. അങ്ങനെ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് പിന്നീട് അതിനകത്തുള്ള ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ എന്ന് ഓഡിയൻസിന് ഇത് എന്താവും, ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇതിനകത്തെ ഇത് വിജയിക്കുമോ, ആര് വിജയിക്കും എന്നൊക്കെയുള്ളതാണ്. ശരിക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറാണ് ജിത്തു ജോസഫ് സിനിമകളിലൂടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ ക്യൂരിയോസിറ്റി ഫാക്ടറാണേ ഓക്കെ, അല്ലാതെ ട്വിസ്റ്റും സസ്പെൻസും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് കുറേ കാലത്തിന് ശേഷം ലാലേട്ടനെ വെച്ചൊരു വക്കീൽ സിനിമ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു? അല്ല, ഞാൻ ശാന്തിയോട് ദൃശ്യം 2-ന്റെ സമയത്തായി ഈ ആശയം പറയുന്നത്. കാരണം എനിക്ക് എഴുതാനായിട്ട് പരിമിതികളുണ്ട്. കാരണം എനിക്ക് ഒരു ഒതൻറ്റിക് കോർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തിക്ക് കുറച്ച് എഴുതാൻ പറ്റുമെന്നുള്ളൊരു ഇത് അദൃശ്യത്തിൻ്റെ സീൻസ് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ആസ് കോർട്ട് സീൻസ്. അപ്പം ഞാൻ ശാന്തിയോട് ചോദിച്ചപ്പോൾ ശാന്തി എഴുതാമെന്ന് പറഞ്ഞു. ഷീസ് എ ബിസി ലോയർ. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്ത് വന്നപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ഇതാണ്. പിന്നെ ലാൽ സാറ് ഈ അടുത്ത കാലത്തൊന്നും ചെയ്തില്ലാത്തൊരു ഡിഫറൻ്റ് ആയി. ഇപ്പം ഞാനൊരു ആക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് വേണ്ടേ. അപ്പോൾ ചെയ്തും അടുത്ത സാധനങ്ങൾ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ലാലേട്ടനായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണ് ലാൽ സാറിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പം ശാന്തി, ഒരുപാട് സിനിമകളിൽ നമ്മൾ കോർട്ട് റൂംസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിത് സാധാരണ ആളുകൾക്ക് അറിയില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത് നമ്മളങ്ങ് വിചാരിക്കും, അസ്യൂം ചെയ്യും. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതായത് കുറച്ചും കൂടി റിയാലിറ്റിയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് നമ്മളിപ്പോൾ ഒത്തിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള കോർട്ട് റൂംസ് അടുത്ത കാലത്തായിട്ട് ഒത്തിരി വരുന്നുണ്ട് മലയാള സിനിമയിലൊക്കെ. സീരീസുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. കോർട്ട് റൂം ഡ്രാമാസ് ഉണ്ട്, അത് നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ഇതിലൊക്കെ കാണും. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഒരു ഫുൾ ടൈം ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാർ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രൊസീജിയേഴ്സാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ബാക്കിയുള്ള സിനിമകളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് ഒരു പോർഷനിൽ കോടതിയിൽ കയറേണ്ടി വരുമ്പോൾ മാത്രം കയറുന്ന കുറേ സീക്വൻസുകളാണ് ബാക്കിയുള്ള സിനിമകളിൽ കോർട്ട് റൂം നമ്മൾ കാണുന്നത്. പിന്നെ അത് എനിക്ക് തോന്നുന്നു കൂടുതലും കാണുന്നത് ഫാമിലി കോർട്ട്സാണ് കാണിക്കുന്നത്, മാജിസ്ട്രേറ്റ് കോർട്ട്സാണ് കാണിക്കുന്നത്. ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നു കഴിയുമ്പോൾ അതിനകത്തെ ട്രയൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രമേയം. ഇപ്പോൾ ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നടക്കുന്നു, അതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന സാറ് പറഞ്ഞതുപോലെ പ്രതിയുടെയും വിക്ടിമിൻ്റെയും രണ്ടുപേർക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന അഡ്വക്കേറ്റ്സിൻ്റെയും അവരുടെ കൂടെയുള്ള ജൂനിയേഴ്സിൻ്റെയും കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ലിറ്റിഗൻസിൻ്റെയും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരുടെയും ഓരോ നിമിഷവും എന്താകും എന്നുള്ളൊരു പ്രതീക്ഷയും നിരാശയും ഫ്രസ്ട്രേഷനും അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നതും ഒക്കെയായിട്ടുള്ള ഇമോഷൻസിൻ്റെ ഒരു ബാറ്റിലാണ് നേര് എന്ന് പറയുന്നത്. വീണ്ടും ഈ ദൃശ്യം ടീമിന് ഒപ്പം വർക്ക് ചെയ്യുമ്പം സിദ്ദിഖയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഫീലിംഗ്? ദൃശ്യം ടീം എന്ന് പറയുമ്പോൾ ഞാനും ദൃശ്യം ടീമിലുള്ള ആളാണ്. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ദൃശ്യം ടീം എന്നല്ല, അല്ലെങ്കിൽ തന്നെ ഒരു ടീമല്ലേ ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ അല്ലാതെ തന്നെ ജിത്തുവും ലാലും കൂടെ റാം ചെയ്യുമ്പോഴും ഞാൻ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ജിത്തു ചെയ്യുന്ന നുണക്കുഴിയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. ദൃശ്യം ടീമിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകത അതല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല ഇത്. പിന്നെ ജിത്തുവിൻ്റെ പടങ്ങളിൽ എപ്പോഴും ഞാൻ അഭിനയിക്കുമ്പോൾ എന്നോട് അങ്ങനെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കഥ ഇന്നതാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. ജിത്തു വിളിച്ച് പറയും, സിദ്ദിഖേട്ടാ നമുക്ക് ഇന്ന പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു 10-20 ദിവസം വേണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നത്. സിനിമയിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് പറയുന്നത്, അതല്ല ഇപ്പം ഞാൻ ക്യാരക്ടർ വേറെ മാറ്റി. അങ്ങനെയൊക്കെ അത്രയും ഒരു അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അത് നമുക്ക് ഈ പരസ്പരമുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് നല്ല റോളുകളാണ് എന്നും തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇനി കിട്ടുന്നതൊക്കെ നല്ല റോളായിരിക്കും എന്ന് ഞാനും വിശ്വസിക്കും. ഞാൻ ഏൽപ്പിച്ച റോളുകൾ മോശമല്ലാതെ ചെയ്യുന്നത് തോന്നിയുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ച് അത്രയും നല്ല കഥാപാത്രങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ബൗണ്ട് ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ ഈ സിനിമയുടെ പേര് പോലെ ഞാൻ നേരത്തെ നിങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു നേരെ പോ എന്നുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് അങ്ങനെ വളവോ തിരിവോ ട്വിസ്റ്റോ മറിച്ചിലോ സസ്പെൻസോ അങ്ങനെയൊന്നുമല്ല. ഒരു ഇമോഷണൽ ഡ്രാമയാണ്. നമ്മൾ ഒരുപാട് കണക്റ്റഡ് ആവും. നമ്മൾ ട്രെയിലറിൽ ലാല ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ലാലിനോട് തോന്നുന്ന ആ ഒരു സിമ്പതിയും ആ ഒരു വിഷമമൊക്കെ തന്നെയാണ് സിനിമ കാണുമ്പോഴും ഉണ്ടാവുക. ഒരു കാര്യം ഉറപ്പ് പറയാം, ജിത്തു സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ കണ്ണ് നിറയാതെ ഈ സിനിമ കാണാൻ പറ്റില്ല. ഇപ്പം സിദ്ദിഖെ കാണുമ്പോൾ ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും ഗംഭീര നടനാണ്. ഏത് റോളാണെങ്കിലും എനിക്കറിയില്ലായിരുന്നു അത്. അതെ, അത് വെറുതെ പറയുന്നതായിരിക്കും. സത്യമായിട്ടും അറിയില്ല. അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനാണ് ഒരുപാട് പ്രതീക്ഷിക്കുന്നത്.
അതെ എന്തായാലും പ്രതീക്ഷയുണ്ട്, കാരണം ഏത് റോളും ഗംഭീരമാക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട് നമുക്ക്. അപ്പോൾ അത് അങ്ങനത്തെ കമൻസ് ഒന്നും കാണാറില്ലേ സോഷ്യൽ മീഡിയയിൽ? അത് മനസ്സിലേക്ക് എടുക്കാറില്ല. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കണ്ടങ്ങ് വിടുകയേ ഉള്ളൂ. എന്നാലും ഒരുപാട് നല്ല കമൻസ് വായിക്കാറുണ്ട്, കാണാറുണ്ട്, കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഇതിൽ അങ്ങനെ പറയാൻ പറ്റും ഒരു ഗംഭീര ക്യാരക്ടറെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗംഭീര പ്രകടനം എന്നോ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ എനിക്ക് ആ സിനിമ എടുക്കുമ്പോഴും പിന്നീട് സിനിമ ഡബ് ചെയ്യുമ്പോഴൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ മോഹൻലാൽ എന്നൊരു കഥാപാത്രം ഒരു ഹീറോ അല്ല, ഒരു ഹീറോ ആയിട്ടല്ല മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു വില്ലനായിട്ടല്ല എന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, വേറൊരു ക്യാരക്ടറായിട്ടല്ല വേറൊരാളെ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാം ഓരോ കഥാപാത്രങ്ങളാണ്. ഇവർക്ക് എല്ലാവർക്കും ഓരോ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിപ്പം ശാന്തി പുതുതായിട്ടൊരു കഥ കൺസീവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പുതിയ റൈറ്റർ ഒരു സിനിമയെ വേറെ രീതിയിൽ കാണണമെന്ന് നോക്കി കണ്ടതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു യൂഷ്വൽ പാറ്റേൺ ഉണ്ടല്ലോ സാധാരണ, ഒരു ഹീറോ, ഒരു വില്ലൻ, ബാക്കി സപ്പോർട്ടിങ് കുറേ ക്യാരക്ടേഴ്സ്, ഇവർ തെറ്റ് മാത്രം ചെയ്യുന്നു, ഇയാൾ ശരി മാത്രം ചെയ്യുന്നു, അവസാനം കൊണ്ടുവന്നിട്ട് ഈ ശരി തെറ്റിനെ തോൽപ്പിക്കുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ്റേണിലല്ല ഈ സിനിമയുടെ കഥ പറയുന്നത്. ഇതെവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നൊക്കെ നമുക്ക് സിനിമ കഴിയുമ്പോൾ അതിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗംഭീര ക്യാരക്ടർ എനിക്ക് കിട്ടുകയും ഞാനൊരു ഗംഭീര പ്രകടനം കാണിച്ചതൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും അവകാശപ്പെടാൻ പറ്റില്ല ശാന്തി. സിനിമ കണ്ടു കഴിയുമ്പോൾ ഉത്തരം പറയാം. ലാലേട്ട, സിദ്ദിഖ് സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഹീറോയിക് ഇമേജുള്ള കഥാപാത്രമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മലയാളികൾക്ക് എപ്പോഴും ലാലേട്ടൻ കൂടുതൽ മാസ് വേഷങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആളുകൾക്ക് കുറച്ചും കൂടി ഒരു നിസ്സഹായാവസ്ഥ, ഒരു നിഷ്കളങ്കനായിട്ടൊക്കെ കാണാനായിരിക്കും താല്പര്യം. കുറച്ച് വർഷങ്ങളായിട്ട് അത്തരം വേഷങ്ങളിൽ നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് എന്തായാലും പ്രേക്ഷകർ ഈ ഒരു ക്യാരക്ടറിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. പ്രതീക്ഷിക്കട്ടെ, അങ്ങനെ തന്നെയാണ് കാര്യം. നമ്മൾ ആദ്യം നമ്മുടെ നിസ്സഹായാവസ്ഥ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിലർ തന്നെ വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര ഈ ലോയർ എന്ന് പറഞ്ഞിട്ട് അയാൾ എല്ലാ കേസുകളും ജയിക്കും അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആ ട്രെയിലറിൻ്റെ അവസാനം പോലും പറയുന്നത് അങ്ങനെയല്ലേ. ഒരു വക്കീലെന്ന നിലയിൽ എനിക്കിതിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ സിദ്ദിഖ് പറഞ്ഞ പോലെ ഇതിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ പ്രൊഫഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, കാര്യം ജയിക്കുക എന്നുള്ളതാണല്ലോ. ഒരു രണ്ട് അഡ്വക്കേറ്റ്സ് തമ്മിൽ ഒരു കേസ് നടത്തുമ്പോൾ രണ്ടുപേർക്കും ജയിക്കണം, രണ്ടുപേർക്കും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ സത്യം ജയിക്കുക എന്നുള്ള ഒരു പാത്തുണ്ട്. അതിലേക്കാണ് എൻ്റെ ക്യാരക്ടർ കൂടുതൽ പോയിരിക്കുന്നത്. ആ സത്യം ജയിക്കുക എന്നുള്ളത് നമ്മുടെ സിനിമയിൽ കഴിയുമ്പോൾ സത്യം ജയിച്ചതിൻ്റെ ഒരു സന്തോഷം ആ സിനിമയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ കേസ് എന്ന് പറയുന്നത് ഒരുപാട് കേസുകൾ ലോകത്തിലുണ്ടാകുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മുഴുക്കെ നടക്കുന്ന ഒരുപാട് കേസുകളാണ്. പക്ഷേ ഈ കേസിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത തന്നെയാണ് ആ സിനിമയുടെ ക്യാച്ച്. സോഷ്യൽ മീഡിയ എത്ര കണ്ട് ഫോളോ ചെയ്യുന്ന ആളാണ്? ഞാൻ വളരെ കുറച്ച് മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും എവിടെ നോക്കിയാലും അത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനു മുമ്പ് വിമർശനങ്ങളും നെഗറ്റീവ് കമൻസും ഉണ്ടായിട്ടുമുണ്ട്. ഞാൻ രണ്ടും നോക്കാറില്ല, അതുകൊണ്ടാണ് സത്യമായിട്ടും. ഞാൻ അതിനെക്കുറിച്ച് വളരെ അതിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞു, നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോയി. ആ സിനിമയ്ക്ക് നല്ലത് സംഭവിച്ചാൽ അതിൻ്റെ സന്തോഷം, മോശം സംഭവിച്ചാലും അതുപോലെ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞാലും സന്തോഷമേ ഉള്ളൂ, നല്ലത് പറഞ്ഞാലും സന്തോഷമേ ഉള്ളൂ. അല്ലാതെ അതിനെ തിരിച്ച് മറുപടി പറയുക അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിൽ ഇനി ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്നെക്കുറിച്ചൊരു മോശമായിട്ട് എഴുതിയാൽ ഞാൻ എന്തിനാണ് അയാളുടെ പുറകെ പോകുന്നത്? അയാൾക്ക് തോന്നിയ ഒരു വികാരമാണ്, ആ വികാരത്തിലൂടെ അയാൾ നടക്കട്ടെ. അതാണ് എൻ്റെ സത്യമായിട്ടും പറയാണ്. ലോയറാണ്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഇപ്പം സ്ക്രിപ്റ്റിങ്ങും കൂടി കൈവച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് ഈസി ടാസ്ക്? ഒന്നും ഈസിയല്ല. എല്ലാം നമ്മൾ ഒരു ഹാർഡ് വർക്ക് എന്നുള്ളതിനുപരി നമ്മളതിനെ സ്നേഹിക്കുക, സ്നേഹത്തോടെ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക. അപ്പോഴാണ് എല്ലാം നല്ല ഭംഗിയാകുന്നത്. ഈ 3 ജോലിയും ജോലിയായിട്ട് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. ജോലിയായിട്ട് എടുത്ത് എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റും തോന്നില്ല. രാവിലെ ഇറങ്ങി പോവുക, ജോലി ചെയ്യുക, തിരിച്ചു വരിക, അതിലൊരു ഭംഗിയോ രസമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. വക്കീൽ പ്രൊഫഷണലാണെങ്കിലും ഓരോ കഥ അത് ഞാൻ കഥയായിട്ടാണ് കൺസീവ് ചെയ്യുന്നത്. ഒരാൾ വന്ന് ആദ്യമായിട്ട് നമ്മുടെ മുന്നിലിരുന്ന ഒരു കഥ പറയുമ്പോൾ ആ കഥയാണ് ഞാൻ കൺസീവ് ചെയ്യുന്നത്. അതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ആ കഥയിൽ ചിലപ്പോൾ വില്ലന് വേണ്ടി, ചിലപ്പോൾ നായകന് വേണ്ടി ഒക്കെ നിൽക്കേണ്ടി വരും, അതും കഥയാണ്. അപ്പോൾ ആർക്ക് വേണ്ടി നിൽക്കുമ്പോൾ എന്ത് സ്റ്റാൻഡ് എടുക്കണം, ആ സ്റ്റാൻഡിൽ നിന്ന് മാറാതിരിക്കുക, അതിങ്ങനെ ഉടനീളം കൊണ്ടുപോകും. അതൊരു ഇമോഷനാണ് എപ്പോഴും. ആ കേസ് കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻ അവിടെ കഴിയും. പിന്നെ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമയിൽ വരുന്നു, ഞാൻ വരുന്നൊരു സമയം എൻ്റെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ച് എന്നെ അൺവൈൻഡ് ചെയ്യുന്നതാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന പ്രോസസ്സിൽ നിന്നും
ഞാൻ അൺവൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഏത് സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടറായിട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ആസ്വദിക്കുന്ന ഒരാളാണ്. അത് ഞാൻ എൻ്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ വിലയിരുത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ടറല്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്തിനാ, അതൊന്നും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. ഞാൻ സ്വയം ആസ്വദിക്കുന്ന ഒരു പ്രോസസ്സാണ്. എഴുത്തിലേക്ക് വരുമ്പോഴും സാറാണ് എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ പ്രോസസ്സും എനിക്കറിയില്ലായിരുന്നു, ഞാൻ ലേണിംഗ് ആണ്. അതിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് ചെയ്തു. സ്ട്രഗ്ലിംഗ് ഉണ്ടാകും, ഈ പറഞ്ഞ പോലെ നമ്മൾ കേസ് ചെയ്യുമ്പോഴും ചില കേസുകൾ നമ്മൾ ഇമോഷണലി ഹോണ്ട് ചെയ്യും, സ്ട്രഗ്ലിംഗ് ഉണ്ടാകും, മെൻ്റലി ഒക്കെ നമ്മൾ ചിലപ്പോൾ അറ്റാച്ച്ഡ് ആകും. അങ്ങനെ ഒത്തിരി അറ്റാച്ച്ഡ് ആയതാണ് ഞാൻ നീരിലെ കഥാപാത്രങ്ങളോട്, വിജയമോഹനോട്, സിദ്ദിഖ് ചെയ്ത കഥാപാത്രങ്ങളോട്, അനശ്വരയുടെ കഥാപാത്രങ്ങളോട് നമ്മളെ ഹോണ്ട് ചെയ്യും. ഒത്തിരി ഹോണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ജോലിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. വിജയമോഹൻ എന്നുള്ള കഥാപാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പം ശാന്തി പറഞ്ഞ പോലെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞോടുകൂടി കഴിഞ്ഞല്ലോ. ലാസ്റ്റിൽ പാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ അറ്റാച്ച്മെൻ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പിന്നെ ഡബ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മളിത് കാണാറുണ്ടല്ലോ ഡബ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ ഇതല്ലാതെ പിന്നെ അതിൽ പോയിട്ട് കറക്ഷനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് ആ സിനിമയുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം ആ സിനിമ വളരെയധികം വിജയിച്ച്, അല്ലെങ്കിൽ അതിനെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വിജയമോഹൻ വലിയൊരാളാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ പറയും. അപ്പോൾ കഥാപാത്രത്തിനോട് എപ്പോഴെങ്കിലും തനിച്ചൊരു പോസ്റ്റ് കാണുമ്പോൾ ഓക്കെ താങ്ക് യു. ഇപ്പം ദൃശ്യം ഇറങ്ങിയ സമയത്താണെങ്കിലും 12th മാൻ ഇറങ്ങിയ സമയത്താണെങ്കിലും ആളുകൾ വളരെ പോസിറ്റീവായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജിത്തു ജോസഫ് ആണെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. ഇനി നേരെ ഇറങ്ങിക്കഴിയുമ്പം ഏറ്റവും നല്ല ഒരു എന്താ ലോയർ, വാദിക്കാൻ കഴിവുള്ള ആളായിരിക്കും ജിത്തു ജോസഫ് എന്ന് പറയുമോ? ഇല്ല, അതിപ്പോൾ അതിനകത്ത് അല്ല, അതിലൊരു തിരുത്തുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ അമ്മച്ചിക്ക് ഒരു വക്കീലായിട്ട് അദ്ദേഹത്തിനെ കാണണം എന്നായിരുന്നു ആഗ്രഹം. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ വളരെ പ്രഗത്ഭനായിട്ട്. അങ്ങനെയല്ല, വക്കീലായിട്ട് കാണണമെന്നല്ല. എൻ്റെ മദറിൻ്റെ ഫാദർ പാലായിൽ വാസ് എ ഫേമസ് അഡ്വക്കേറ്റ്. ഒത്തിരി ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം മദറിന് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം എന്നോട് ചില സമയത്ത് എടാ നീ നല്ലൊരു വക്കീലാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, നീ നന്നായിട്ട് നുണ പറയും, പിന്നെ ഭയങ്കര ഇമാജിനേഷൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അന്നൊക്കെ എനിക്ക് SI ആവണമെന്ന് ആഗ്രഹം, കാരണം എനിക്ക് ഇങ്ങനത്തെ കുറ്റാന്വേഷണവും ഇതൊക്കെ. അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി. SI ആണല്ലോ. ഈ സമയത്ത് ഇതേ ഡയലോഗ് അവിടുത്തെ ഒരു സ്കൂൾ ടീച്ചറിനോട് വന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ വന്ന് കുറേ നുണക്കഥകൾ പറയും. ഇതാണ് അന്ന് ടീച്ചറൊരു കാര്യം പറഞ്ഞു, ഒരിക്കലും അത് നിരുത്സാഹപ്പെടുത്തരുത്, ഇമാജിനേഷനാണ്. അവൻ്റെ മനസ്സിൽ ഒത്തിരി ഇമാജിനേഷൻസ് ഉണ്ട്, അവൻ കലാപരമായിട്ട് പോകും എന്ന് പറഞ്ഞു. അവസാനം സംഭവിച്ചത് അത് രണ്ടുമല്ല, ഞാൻ കലയിലേക്ക് ഇറങ്ങി. വക്കീല് നുണ പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, അത് തിരുത്ത് ആവശ്യമുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കക്ഷി സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട്, അതൊരു നുണയല്ല, അത് നമ്മൾ വിശ്വസിക്കുന്ന സത്യമാണ് അല്ലേ. നമ്മളോട് ഒരാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ്, അതിനുവേണ്ടി പോരാടുകയാണ്. ഈ അഡ്വക്കേറ്റ്സ് ഇപ്പം കോർട്ട് റൂമൊക്കെ കുറച്ചുകൂടെ റിയൽ ആയി നമ്മൾ പറയുന്നുണ്ടല്ലോ. ശരിക്കും സിദ്ദിഖ് സാറിന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ആദ്യത്തെ വക്കീൽ ക്യാരക്ടർ വാത്സല്യത്തിലെ ഓർമ്മ വരുന്നത്. അതിൽ പ്രത്യേകിച്ച് കോർട്ട് റൂം സീൻസ് ഒന്നുമില്ല, എന്നാലും ഒരു ജൂനിയർ വക്കീലിന്റെ എല്ലാ സ്ട്രഗിളും ഒക്കെ അതിനകത്ത്. പക്ഷെ അതിൽ അയാളുടെ ഫാമിലിയെ മാത്രമാണ് കാണിക്കുന്നുള്ളൂ, കോർട്ടിനെ പറ്റി കാണിക്കുന്നില്ല. സ്ട്രഗിൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, അതിൽ നിന്ന് കാലം ഒരുപാട് മാറി. അപ്പം ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ്? അല്ല, ഇപ്പം ഈ നുണ പറയുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഈ നുണ പറയുന്ന അങ്ങനെ ഒരു മോശം കാര്യമല്ല. ഇപ്പം ആൻ്റണി ക്വിന്നെ കുറിച്ചിട്ടൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ, ഈ ഫെല്ലനി എന്ന് പറയുന്ന സംവിധായകൻ ആൻ്റണി ക്വിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ആൻ്റണി ക്വിൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് കുറച്ച് മീഡിയ പേഴ്സൺസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ കുറച്ച് നേരത്തെ വന്നു, ഫെല്ലനി. അപ്പോൾ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാൾ പത്രക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആൻ്റണി ക്വിൻ ഫെല്ലൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഫെല്ലനി ചോദിച്ചു, നിങ്ങളെന്താണ് ഈ പത്രക്കാരോട് ഇങ്ങനെയുള്ള സത്യം മുഴുവൻ വിളിച്ച് പറയുന്നത്? അപ്പോൾ ഇയാൾ ചോദിച്ചു, സത്യമല്ലേ പറയേണ്ടത്? സത്യം ഏത് പൊട്ടനും പറയാം, നിങ്ങൾ നുണ പറയാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന നുണകളാണ് എൻ്റെ സിനിമകൾ, നിങ്ങൾ നുണകൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആൻ്റണിക്കൻ ചോദിച്ചു, ഞാൻ എന്ത് നുണ പറയും? നിങ്ങൾ പത്രക്കാരോട് പറ, നിങ്ങൾക്കൊരു ഐഡൻറ്റിക്കൽ ട്വിൻ ബ്രദർ ഉണ്ടെന്ന് പറ. പല സിനിമകളും നിങ്ങൾ മാറിയാണ് അഭിനയിക്കുന്നത്, എല്ലാത്തിലും ആൻ്റണിക്കനല്ല, ചിലതിൽ എൻ്റെ ബ്രദർ വരും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക, ആളുകൾക്ക് വായിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നുണകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊരു വലിയ കാര്യമാണ്. അത് നുണക്കഥകൾ എന്നല്ലേ പറയാം. കഥ ആരും എവിടെ നടന്നൊരു സംഭവം എടുത്ത് പറയുകയല്ലോ ചെയ്യുന്നത്. അപ്പോൾ നുണ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വലിയൊരു മിടുക്ക് തന്നെയാണ്. അപ്പോൾ അത് അത് നേരെ കഴിഞ്ഞിട്ട് അടുത്ത നുണക്കുഴി. നുണ
അപ്പോൾ ഈ നല്ലൊരു ക്രിമിനലാണെന്ന് ജിത്തുവിനെ പറ്റി പറഞ്ഞത് അത് മാറാൻ പോകുന്നില്ല കേട്ടോ. ഈ സിനിമ കഴിഞ്ഞാലും ഒന്നാന്തരം ഒരു ക്രിമിനലാണെന്നേ പറയുള്ളൂ. അതിന് മാറ്റം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പം രണ്ടിനും കൂടെ ചേർത്തിട്ട് ക്രിമിനൽ ലോയർ എന്നാണ് അല്ലേ? അതെ, അങ്ങനെയാക്കാം. അങ്ങനെയൊന്നുമല്ല. ശരിക്കും അതായത് ഇപ്പം നിങ്ങൾ കൂടുതലും സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളാണ് സിനിമയായിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അപ്പം എത്രമാത്രം ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്? അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പലതിനും ഇപ്പോൾ ഒത്തിരി പേര് റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, പലതിനും എന്തെങ്കിലുമൊക്കെ എഴുതണം അല്ലെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു സൊസൈറ്റിയും നമ്മുടെ ഇവിടുത്തെ ഒരു വ്യവസ്ഥതയും വെച്ചിട്ട് ഒരു കാര്യമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. കാരണം എഴുതിയാൽ അതിനെയും വിമർശിച്ച് വന്ന് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചെഞ്ചിന് ഞാൻ കുറേ നമ്മൾ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മുമ്പിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അതേ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എല്ലാവരും ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു സംഭവം ഉണ്ടായി ഉടനെ ഇവിടെ ഇരുന്നുകൊണ്ട് കുറേ എഴുതി കഴിഞ്ഞിട്ട് ഒരു വഴിക്ക് പോയി കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ നിന്നൊരു സംഭവം നടന്നു, അതിനകത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിക്കാൻ അല്ലെങ്കിൽ ആ സംഭവത്തിനൊരു വേറെ തലം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ച് ഈ ഇത്രയും വയസ്സായി ഈ സമയത്ത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായി പെയിൻഫുള്ളായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ, പക്ഷേ അതിനെ കുറച്ച് പേര് അതിനെതിരെ പറയുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഒരു സെൻസും ഇല്ലാതെ മറുപടി പറയുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ ചില കാര്യങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. പിന്നെ ഞാനോർത്ത് നമ്മൾ എപ്പോഴും ലൈഫിലൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ആരോഗ്യവും ഇതുമെല്ലാം നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് നമ്മൾക്ക് ശരിക്കും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാവുന്ന കുടുംബത്തിനോ സൗഹൃദങ്ങളുടെ ഇടയിലോ പറഞ്ഞാൽ മനസ്സിലാകുന്നവരിൽ ചെയ്താൽ മാറ്റം കൊണ്ടുവരിക. ഞാൻ അതിന് ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മുടെ നിയമവ്യവസ്ഥിതികളെ കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സ്ത്രീധന മരണം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അത്തരം ഒരു സിനിമ, ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ കുറിച്ചുള്ള ഒരു സിനിമയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇല്ല, ഇപ്പോൾ ഡൗറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല നമ്മുടെ സിനിമ. പിന്നെ സ്ത്രീധനം എന്നുള്ളതല്ല, പോക്സോ, കുട്ടികൾക്കെതിരായിട്ടുള്ള പീഡനം, അല്ലാണ്ട് റേപ്പ്, ബ്രൂട്ടൽ മർഡർ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതെല്ലാം കാണുമ്പോഴേക്കും ആസ് എ ലോയർ എന്നുള്ളതല്ല, ആസ് എ ഹ്യൂമൻ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. ക്രൈംലെസ് സൊസൈറ്റി ഇല്ലെങ്കിലും ലെസ് ക്രൈം. ഇപ്പോൾ ഒത്തിരി ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഞാനിപ്പം സത്യം പറഞ്ഞാൽ പത്രം വായനയോ TV ന്യൂസ് ചർച്ചകൾ ഇതൊന്നും കുറച്ച് നാളുകളായിട്ട് കാണുന്നില്ല. എങ്ങും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നു പലപ്പോഴും. ഞാൻ മെയിൻലി ക്രിമിനൽ മാറ്റേഴ്സ് നോക്കുന്നുണ്ട്, ഇപ്പോഴും ട്രയൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രയൽ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇമോഷൻസാണ്. കഴിഞ്ഞ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് പ്രതിയുടെ വക്കാലത്തെടുത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, വിക്ടിമിൻ്റെ വക്കാലത്തുണ്ട്. ഇതെല്ലാം ഇമോഷൻസ് മാറി മറിയും. അതിൻ്റെയൊക്കെ ഒരു ബാഗേജ് നേരിലും കാണാം. ലാലേട്ടന് ഈ ഇത്തരം വാർത്തകളൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം? അല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിനെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെയാണ് കൂടുതലും നമ്മൾ സങ്കടപ്പെടാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്, ഇയാളെ പിടിച്ചോ എന്നുള്ളത്. അത് കാര്യം ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ്. ഒരു കുറ്റം ചെയ്ത ഒരാളെ ഈ പറഞ്ഞ പോലെ നമ്മളും അതിൽ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പ്രതികരിക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വാക്കാണ് റിവ്യൂ ബോംബിങ്. അപ്പം അതിനെ റിവ്യൂസ് വേണോ, ഏത് തരത്തിലായിരിക്കണം റിവ്യൂസ് ഉണ്ടെങ്കിൽ? ഇത്രയും വർഷത്തെ സിനിമാ പാരമ്പര്യമുള്ള ഒരു ആളാണ്. അങ്ങനെ സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പണ്ടത്തെ റിവ്യൂ പോലെയല്ലല്ലോ പുതിയ റിവ്യൂ. പണ്ടൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ആ റിവ്യൂവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്. വളരെ പ്രസിദ്ധരായ ആൾക്കാർ, സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് വിമർശനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സിനിമ മാറി, സിനിമ ടെലിവിഷനിലേക്ക് പോയി, ഫോണിലേക്ക് പോയി, ആർക്കും എന്തും പറയാൻ പറ്റും എന്നുള്ള രീതിയിലായി. അപ്പോൾ അതിനൊരു വിമർശനമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ അപ്രോച്ചാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ലെന്ന് പറയാനും പറ്റില്ല, ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അതിൽ കൂടുതൽ താല്പര്യമുള്ള ഒരാളല്ല. ഇപ്പോൾ എന്നെക്കുറിച്ച്, എൻ്റെ ഒരു സിനിമയെക്കുറിച്ച് ഒരാൾ മോശമാണെന്ന് പറയാൻ അയാൾക്ക് അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലത് പറയാനും ഉണ്ട്. നല്ലത് പറഞ്ഞാൽ നല്ലത്, മോശം പറഞ്ഞാലും നല്ലത്. എന്താണ് ഈ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള നിലയിൽ? അതാണ് ലാൽ നേരത്തെ പറഞ്ഞില്ലേ, നിരൂപണം. അതൊരു വിഷയമാണ്. നിരൂപണം എന്ന് പറയുന്നത് ഒരു കലയാണ്. പ്രത്യേകിച്ച് ഒരു സിനിമയെ നിരൂപണം ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ ഓരോ വശങ്ങളും സൂക്ഷ്മമായി പഠിച്ച് അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് ആ നിരൂപകന് തോന്നുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറയാം. അതൊരാൾ വായിക്കുമ്പോൾ ഈ നിരൂപകൻ പറയുന്നത് ശരിയാണല്ലോ എന്ന് വായനക്കാർക്ക് തോന്നുകയും ചെയ്യുമ്പോഴാണ് അയാൾ നല്ല നിരൂപകനാകുന്നത്.
എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് നിരൂപണം വായിച്ചത് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയുടെയാണ്. അപ്പോൾ അന്ന് ആ നിരൂപണത്തിൽ എഴുതിയിരുന്നു ഈ മാർക്കസ് ബട്ട്ലി എന്ന് പറയുന്ന ക്യാമറാമാൻ്റെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ്, ഏറ്റവും നന്നായി ഷൂട്ട് ചെയ്ത ആ ദൃശ്യഭംഗി പലപ്പോഴും പ്രേക്ഷകനെ കഥയിൽ നിന്ന് മാറ്റിക്കളയുന്നു. അത് ദൃശ്യഭംഗി അത്ര വേണ്ടെന്നാണ് അയാൾ അന്ന് എഴുതിയത്. കാരണം പലപ്പോഴും കഥയിൽ നിന്ന് മാറ്റിയിട്ട് മാർക്കസ് ബട്ട്ലിയുടെ ഫ്രെയിമിൽ നോക്കി നമ്മൾ ഇരുന്ന് പോകുന്നു. കടലിൻ്റെയും അസ്തമയ സൂര്യൻ്റെയും ഭംഗി നോക്കിയിരിക്കുമ്പോൾ നമ്മൾ കറുത്തമ്മയും പരീക്കുട്ടിയും മറന്നു പോകുന്നു. അതാണ് നിരൂപണം. ഇതിപ്പോൾ ലാൽ പറഞ്ഞ പോലെ ഓരോരുത്തർ കണ്ടിട്ട് അവർക്ക് തോന്നുന്നൊരു അഭിപ്രായങ്ങൾ പറഞ്ഞു അത് പറയട്ടെ. അപ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പറയാതിരിക്കില്ല, നമ്മൾ പറയുമെന്ന് പറഞ്ഞാൽ അവർ പറയണമെന്നില്ല. നമ്മളതെല്ലാം കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കേട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ ഉള്ളൂ. അടുത്ത സിനിമ വരുമ്പോൾ അടുത്ത ഇത് വരുമല്ലേ. ഇപ്പം എന്നെപ്പറ്റി ആരും അങ്ങനെ ഒരു വളരെ മോശമായിട്ടൊന്നും ഇതുവരെ ഒരു ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഞാനെല്ലാം കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. മറ്റു പലരെ പറ്റിയും വളരെ മോശമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ വേദന തോന്നും. അത്ര മാത്രമേ തോന്നാറുള്ളൂ. അപ്പോൾ എന്തായാലും ദൃശ്യം നമ്മുടെ മലയാള സിനിമയെ കൈപിടിച്ച് മറ്റു പല ഭാഷകളിലേക്കും ഇന്ത്യക്ക് പുറത്തേക്കും എത്തിച്ചു. അതേപോലെ തന്നെ നേരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.